ധരനായിരുന്നു ഡോർ തുറന്ന് വീടിൻ്റെ അകത്തേക്ക് കയറിയത്. പിന്നാലെ കാർത്തുവും. കാലത്തെ അവർ രണ്ടാളും കൂടിപ്പോയി മേടിച്ച സാധനങ്ങളെല്ലാം ചിട്ടയോടു കൂടി അവിടെ ക്രമീകരിച്ചിരിക്കുന്നു. കാർത്തുവാണെങ്കിൽ ഒന്നും മനസ്സിലാകാത്ത മട്ടിൽ വീണ്ടും അവനെ നോക്കി. ഇനി മുതൽ നമ്മൾ രണ്ടാളും ഇവിടെയാണ് താമസം. ഒപ്പം എൻ്റെ അമ്മയും കാണും. അവൻ്റെ ശബ്ദം അവിടെ മാകെ മുഴങ്ങി. അവളുടെ നെറ്റി ചുളിഞ്ഞു. പറഞ്ഞത് മനസ്സിലായില്ലേ നിനക്ക്? ഇത് ഞാൻ മേടിച്ച വീടാണ്. നമ്മളിനി ഇവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ തൽക്കാലം നീ എത്ര അറിഞ്ഞാൽ മതി. അവൻ പറഞ്ഞു നിർത്തിയപ്പോൾ മുറ്റത്ത് മറ്റൊരു വാഹനം കൂടി നിന്നു. ഇതെന്തൊക്കെയാണ് ദേവ ഇവിടെ നടക്കുന്നത്? അവിടെ ഒരു വീടുള്ളപ്പോൾ നീ എന്തിനാ മോനെ പുതിയ വീടൊക്കെ മേടിച്ചേ? ലക്ഷ്മി ആൻ്റി തിടുക്കത്തിൽ അകത്തേക്ക് കയറി വന്നു. അതൊന്നും കുഴപ്പമില്ലമ്മേ. അവൻ ചിരിച്ചു. പറ്റില്ല ദേവ, ഈ കുട്ടിയെ കൊണ്ട് നീ അവിടേക്ക് വരണം. നിങ്ങൾക്ക് രണ്ടാൾക്കും അവിടെ താമസിക്കാമല്ലോ മോനെ. ഇത് കുറച്ച് കഷ്ടമാണ്. എൻ്റെ ലക്ഷ്മിയമ്മേ, അത്രയ്ക്ക് ദൂരെയൊന്നും അല്ലല്ലോ. കൂടിപ്പോയാലൊരു 45 മിനിറ്റ്. എന്താവശ്യം വന്നാലും ഞാനങ്ങോട്ട് പറന്നെത്തും. പിന്നെന്തേ? അവൻ അവരുടെ തോളിൽ കൂടി കൈയിട്ടുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ചു. ദേവമ്മയുടെ മുഖം ആകെ വീർത്തിരിപ്പുണ്ട്. തൻ്റെ തീരുമാനങ്ങളൊന്നും ഇഷ്ടമായില്ലെന്ന് അവന് വ്യക്തമാണ്. നീയും കാർത്തുമോളും കൂടി ഇവിടെ താമസിച്ചു, ഞാൻ ഇവരോടൊപ്പം പോവാം. ഇടയ്ക്ക് അവനോട് ദേവമ്മ പറഞ്ഞു. അതെന്താ അമ്മേ? അമ്മയ്ക്കമ്മയുടെ മോൻ്റെ കൂടെ കഴിയാൻ താല്പര്യമില്ലേ? അതുകൊണ്ടൊന്നും അല്ലടാ. ലക്ഷ്മിക്ക് ഭയങ്കര സങ്കടം. ആകെ നിലവിളിയും കരച്ചിലും ഒക്കെയായിരുന്നു. അതൊക്കെ അങ്ങോട്ട് മാറും. അനാമികയ്ക്ക് നല്ലൊരു പ്രപ്പോസലൊത്ത് വന്നിട്ടുണ്ട്. വൈകാതെ അതൊക്കെ സെറ്റാക്കണം. അവൻ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച പോലെയായിരുന്നു. അമ്മയും ലക്ഷ്മിയമ്മയും കൂടി പോയി പുതിയ വീടിൻ്റെ പാലുകാച്ച ചടങ്ങൊക്കെ നടത്തി. എല്ലാം ധരൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് ഏത് സമയമായാലും അനുകൂലമാണെന്ന് ഭട്ടതിരി പറഞ്ഞു. കാർത്തു, മോളെ നീ ഇങ്ങോട്ട് വാ. ഇതൊക്കെ ഈ കുട്ടിയാണ് ചെയ്യേണ്ടത്. ലക്ഷ്മിയമ്മയാണ് അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചുകൊണ്ട് അവളുമായി അടുക്കളയിലേക്ക് കയറിപ്പോയത്. ധരൻ അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അവനതത്രയ്ക്ക് ഇഷ്ടമായില്ലെന്ന് അവൾക്ക് വ്യക്തമായിരുന്നു. അമ്മേ, നിങ്ങൾ രണ്ടാളും കൂടി ചെയ്താൽ മതി. മനഃപൂർവ്വം ഓരോന്ന് പറഞ്ഞ് കാർത്തു ഒഴിഞ്ഞു മാറി. പാടില്ല കുട്ടി, നീ ഇങ്ങോട്ട് വന്നേ. ഈ വീടിൻ്റെ മഹാലക്ഷ്മിയല്ലേ നീ എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവളെ കൊണ്ടു തന്നെയാണ് പാലുകാച്ചൽ ചടങ്ങ് നടത്തിയത്. മോളെ കാർത്തു, ഇത് ധരനും അങ്കിളിനും ഒക്കെ കൊണ്ടുപോയി കൊടുക്കുക. ചെറിയ ഗ്ലാസ്സുകളിലായി പാല് പകർന്നുകൊണ്ട് ലക്ഷ്മിയമ്മയാണ് അവൾക്ക് കൊടുത്തത്. അവൾ സിറ്റൗട്ടിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ അടുത്ത വീട്ടിലെ കുറച്ച് ആളുകളൊക്കെ എത്തിയിട്ടുണ്ട്. പുതിയ വീട്ടുകാരെ കാണാനും പരിചയപ്പെടാനും പറ്റും. പിന്നീട് അവൾ തിരിച്ചകത്തേക്ക് കയറിപ്പോയി. ആ സമയത്ത് ഇൻസ്റ്റൻ്റായിട്ടുള്ള സേമിയ പായസം മിക്സിൻ്റെ കവറെടുത്ത് പൊട്ടിച്ചു വേഗത്തിൽ പായസം തയ്യാറാക്കുകയാണ് ദേവമ്മ. അമ്മേ, എന്താ കുട്ടി? അവിടെ വേറെയും ചില ആളുകളൊക്കെ വന്നിട്ടുണ്ട് പരിചയപ്പെടാൻ. ആണോ? ഈ പായസം ഇപ്പം തന്നെയാവും. അത് കൊടുക്കുക എന്നാൽ. അവർ വേഗത്തിൽ ഇളക്കുകയാണ്. 10 മിനിറ്റിനുള്ളിൽ പായസം റെഡിയായി. അതെല്ലാം പകർന്നെടുത്തുകൊണ്ട് കാർത്തു വീണ്ടും വെളിയിലേക്ക് ചെന്നു. ധരൻ, അവൾ ശബ്ദമുയർത്തി. ഈ പായസം ദേവമ്മ തന്നു വിട്ടതാ. അവൾ ആദ്യത്തെ ഗ്ലാസ് അവന് നേർക്ക് നീട്ടി. പിന്നീട് അവിടെ കൂടി എല്ലാവർക്കും കൊടുത്തു. വൈകുന്നേരവും രാത്രിയിലേക്കും ഒക്കെയുള്ള ഫുഡ് ധരൻ പുറത്തുനിന്ന് ഓർഡർ ചെയ്തിരുന്നു. തൊട്ടടുത്ത് താമസിക്കുന്ന 4-5 വീട്ടുകാരെയും അവൻ ഡിന്നർ കഴിക്കാൻ ക്ഷണിച്ചു. അങ്ങനെ വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമായി അന്ന് മാറുകയായിരുന്നു. രാത്രിയിൽ ഏകദേശം 9 മണിയായപ്പോഴാണ് ലക്ഷ്മിയമ്മയും മേനോനങ്ങളും ഒക്കെ പിരിഞ്ഞു പോയത്. ധരൻ, ഇത്രയും പെട്ടെന്ന് വീട് മാറിയതിന് മറ്റൊരു കാരണമുണ്ടായിരുന്നു. മേനോൻ്റെ ഒരേയൊരു മകൾ അനാമിക അവരുടെ തന്നെ ഫാമിലി ഫ്രണ്ടിൻ്റെ മകന് വിവാഹാലോചന ഒത്തുവന്നിട്ടുണ്ട്. എല്ലാം കൊണ്ടും അനുയോജ്യമായ ബന്ധം. പക്ഷെ അവർക്കെന്തോ ധരനെ ഒട്ടും ഇഷ്ടമല്ല. അവനെ അംഗീകരിക്കാൻ ആ കുടുംബത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവൻ ആ വീട്ടിൽ നിന്നും മാറുകയാണെങ്കിൽ മാത്രം ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുകയുള്ളൂ എന്ന് മറ്റൊരു സുഹൃത്ത് വഴിക്കാണ് ധരൻ അറിഞ്ഞത്. അതിൻ പ്രകാരമാണ് ധരൻ്റെ തിടുക്കപ്പെട്ടുള്ള ഈ നീക്കം. മേനോൻ്റെ മകൾ അനാമിക ഈ ആഴ്ച അവസാനത്തോടു കൂടി പഠിപ്പൊക്കെ പൂർത്തിയാക്കി വരുന്നുണ്ട്. ശേഷം അവരുടെ വിവാഹം.
അതാണ് പദ്ധതി. ഇനി താനായിട്ട് ഒരു തടസ്സം ആവേണ്ടെന്ന് കരുതിയാണ് ധരൻ ഈ നീക്കം നടത്തിയത്. അതെ. കാർത്തൂൻ്റെ ശബ്ദം കേട്ടതും അവൻ ഞെട്ടി മുഖമുയർത്തി. ഇവിടെ ഇരുന്ന് മഞ്ഞുകൊള്ളണ്ട, അകത്തേക്ക് വന്ന് കിടക്കാൻ പറഞ്ഞു ദേവമ്മ. അവൻ്റെ മുഖത്തേക്ക് നോക്കാതെയാണ് കാർത്തു പറഞ്ഞത്. മുറ്റത്തായി ക്രമീകരിച്ചിരിക്കുന്ന ഒരു ബെഞ്ചിൽ വെറുതെ കിടക്കുകയാണ് ധരൻ. സമയം അപ്പോൾ 11 മണി കഴിഞ്ഞു. അമ്മയോടെ കിടന്നു. നീയും പോയി കിടന്നു, ഞാൻ അല്പം കൂടി കഴിഞ്ഞു വന്നോളാം. അവൻ പറഞ്ഞിട്ടും കാർത്തു പോകാതെ അവിടെ തന്നെ നിന്നു. എടി, നിന്നോട് കയറി പോകാനല്ലേ പറഞ്ഞത്? അവൻ ഉച്ചത്തിൽ പറഞ്ഞു. ധരനും കൂടി വരും, എനിക്ക് ഉറക്കം വരുന്നു. അവൾ പിറുപിറുത്തു. അതെന്താ, ഞാൻ കൂടെ കിടന്നാലേ കൊച്ചു തമ്പുരാട്ടിക്ക് ഉറക്കം വരുവുള്ളൂ? അവളുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് ധരൻ ചോദിച്ചു. പെട്ടെന്ന് തന്നെ കാർത്തു പിന്നിലേക്ക് മാറി. എന്നിട്ട് അവനെ ഒന്ന് നോക്കിയ ശേഷം തിരികെ വീടിനുള്ളിലേക്ക് കയറിപ്പോയി. ദേവമ്മേ, എന്താ കുട്ടി? ധരൻ ആരെയോ ഫോൺ ചെയ്യുവാണ്, കുറച്ച് കഴിഞ്ഞു വരാമെന്നാ പറഞ്ഞേ. അമ്മ പോയി കിടന്നോ. അവനോട് താമസിയാതെ വന്ന് കിടക്കാൻ പറ, നേരെ ഒരുപാടായില്ലേ. ആ, ഞാൻ വിളിച്ചോളാം അമ്മേ. കാർത്തു മുറിയിലേക്ക് പോയി. ബെഡ്ഷീറ്റൊക്കെ എടുത്ത് നന്നായി വിരിച്ചു. പില്ലോയിലൊക്കെ കവറും എടുത്തിട്ടു. എന്നിട്ടവൾ ബെഡിലേക്ക് കയറി കിടന്നു. അല്പം കഴിഞ്ഞതും വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് അവൾ തല പൊന്തിച്ചു നോക്കി. ധരനായിരുന്നു അത്. അവൾ അനങ്ങാതെ കിടന്നു. കുറച്ച് കഴിഞ്ഞതും അവനും വന്ന് കാർത്തുവിൻ്റെ അടുത്തായി കിടന്നു. ചുവരിനോട് ചേർന്ന് ചെരിഞ്ഞു കിടക്കുകയാണ് കാർത്തു. ഒരനക്കവും ഇല്ലല്ലോ ഭഗവാനെ, ഉറങ്ങിപ്പോയോ ആവോ? അല്പം കഴിഞ്ഞതും അവൾ രണ്ടും കൽപ്പിച്ച് നേരെ കിടന്നു. നോക്കിയപ്പോൾ കണ്ണടച്ച് കിടക്കുന്ന ധരൻ. ഓ, ഉറങ്ങിയോ ഇത്ര വേഗം? അവൾക്ക് സംശയമായി. പെട്ടെന്നാണ് അവൾക്ക് തോന്നിയത് ധരൻ സ്മോക്ക് ചെയ്തിട്ടുണ്ടോയെന്ന്. അവൾ ശ്വാസമൊന്ന് എടുത്തു വലിച്ചു. എന്നിട്ട് പതിയെ ബെഡിൽ എഴുന്നേറ്റ് മുട്ടുകുത്തിയിരുന്നു. അവൻ്റെ മുഖത്തേക്ക് അല്പം കുനിഞ്ഞു. ഒന്നുകൂടി ശ്വാസം നീട്ടി വലിച്ചു. ഇപ്പോൾ ഇല്ലല്ലോ. ആലോചനയോടുകൂടി കിടക്കാൻ തുടങ്ങിയതും പെട്ടെന്നായിരുന്നു ധരൻ്റെ വലങ്കൈ അവളുടെ ഇടുപ്പിൽ വരിഞ്ഞത്. അവൾ ഉറക്കെ നിലവിളിച്ചു പോയി. എന്താടി? അവനാണെങ്കിൽ ഒറ്റ കുതിപ്പിന് കാർത്തുവിനെ പിടിച്ച് അവൻ്റെ നെഞ്ചിലേക്കിട്ടു. ധരൻ എന്തേ കാണിക്കുന്നേ? ചോദിച്ച് തീർന്നതും അവളുടെ നിലവിളി ഉച്ചത്തിലായി. താൻ ഇട്ടിരിക്കുന്ന ടോപ്പിൻ്റെ സ്ലിറ്റിൻ്റെ ഇടതുവശത്തുകൂടി അവൻ തൻ്റെ കൈപ്പത്തി കടത്തിയിരിക്കുന്നു. എന്നിട്ട് അവളുടെ നഗ്നമായ വയറ് ഒന്ന് അമർത്തി നുള്ളി നോവിച്ചു. ധരൻ എന്താണ് ഈ കാട്ടുന്നേ? അവൾ അല്പം ഉച്ചത്തിൽ ചോദിച്ചു. മേലിൽ എന്നെ നീ പേര് വിളിക്കരുത്, കേട്ടല്ലോ? അവളെ അല്പം കൂടി തന്നിലേക്ക് അമർത്തിക്കൊണ്ട് അവൻ പറഞ്ഞു. കാർത്തു കിടന്നു കുതറി. ധരൻ, പ്ലീസ്, വിടുന്നുണ്ടോ? അത് ചോദിച്ചതും ഒന്നുകൂടി അവൻ അവളെ നുള്ളി. എനിക്ക് വേദനിക്കുന്നു കേട്ടോ. അവൾ അവൻ്റെ കൈ തട്ടി മാറ്റി. വിടുന്നുണ്ടോ എന്നെ? നീ ഇനി മേലിൽ എന്നെ പേര് വിളിക്കരുത്, കേട്ടല്ലോ? സമ്മതിക്കാതെ നിവൃത്തിയില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് അവൾ വേഗം തലകുലുക്കി. അവനിൽ നിന്നും അടർന്നു മാറിയിട്ട് അവൾ ശ്വാസം എടുത്തു വലിച്ചു. എന്നിട്ട് വീണ്ടും പഴയതുപോലെ ചെരിഞ്ഞു കിടന്നു. എന്തൊരു പിച്ചാണ് ഈ കാലുമാടം പിച്ചി! നീറുന്നുണ്ട്, മുറിഞ്ഞു തോന്നു. അവൾ തൻ്റെ കൈവിരൽ കൊണ്ട് പിച്ചിയ ഭാഗത്ത് പരതിയതും അതിനേക്കാൾ മുന്നേ ധരൻ്റെ വിരലുകൾ അവിടെ പതിഞ്ഞു. വേദനിച്ചോടി. കാതോരം അവൻ്റെ ശബ്ദം അത്രമേൽ ആർദ്രമായി. കാർത്തു ഒന്നും മിണ്ടാതെ അനങ്ങാതെ കിടന്നു. അവൻ്റെ വിരലുകൾ അവിടെ ഒന്ന് തഴുകിയതും കാർത്തു ഒന്ന് ഞരങ്ങി. ധരൻ! ഓ, സോറി ദേവേട്ടാ. പെട്ടെന്നവൾ അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു. അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ, പിന്നെ നിനക്കെന്താ ഇത്ര പരവേശം? കൈയെടുക്ക്. അവൾക്ക് ദേഷ്യം വന്നു. പക്ഷെ അവൻ അനങ്ങിയില്ല. ദേവേട്ട കൈയെടുത്ത് മാറ്റുക. കാർത്തു അവൻ്റെ കൈ വീണ്ടും തട്ടിമാറ്റാൻ നോക്കി. അപ്പോഴേക്കും അവളുടെ അണിവയറിൽ മുഴുവനായി അവൻ്റെ കൈ വരിഞ്ഞു മുറുക്കി. ശോ, ധരൻ! അല്ല ദേവേട്ട, എന്തായി ചെയ്യുന്നത്? അവൾ പറഞ്ഞു മുഴുവിപ്പിക്കും മുന്നേ ധരൻ്റെ ശ്വാസം കാർത്തുവിൻ്റെ പിൻകഴുത്തിൽ തട്ടി. അങ്ങോട്ട് മാറുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ ദേവമ്മയെ വിളിക്കും. ഓ, ഭീഷണിയാണോ കാർത്തിക? അതേന്ന് കൂട്ടിക്കോ. ഓക്കെ, ആയിക്കോട്ടെ. അവൻ അല്പം കൂടി അവളിലേക്ക് ചേർന്നു. ഞാനിനി എന്നും ഇങ്ങനെ കിടക്കും, അല്ലെങ്കിൽ നീ ഇങ്ങോട്ട് ചെരിഞ്ഞു കിടക്കണം. എന്നിട്ട് എൻ്റെ നെഞ്ചിലേക്ക് നിൻ്റെ കവിൾ ചേർത്തുകൊണ്ട്. അവൻ്റെ വാക്കുകൾ കേട്ടതും കാർത്തു ധർമ്മസങ്കടത്തിലായി. ദേവേട്ടാന്ന് ഞാൻ വിളിക്കില്ല, നോക്കിക്കോ. അവൾ പിറുപിറുത്തുകൊണ്ട് അങ്ങനെ കിടന്നു. ചുണ്ടിൽ ഊറിയ പുഞ്ചിരിയുമായി ധരനും. കാലത്ത് ആദ്യം ഉണർന്നത് ധരനാണ്.
തന്നോട് ചേർന്ന് കിടന്നുറങ്ങുന്ന കാർത്തുവിന് അവൻ മുഖം തിരിച്ചു നോക്കി. കുടുംബത്തിലുള്ള എല്ലാവരും മുഖം തിരിച്ചിട്ടും യാതൊരു പരിഗണന പോലും കൊടുക്കാതിരുന്നിട്ടും തൻ്റെ അമ്മയെ ചേർത്ത് നിർത്തിയ ഒരേ ഒരാളാണ് തൻ്റെ കാർത്തു. സ്വന്തം മാതാപിതാക്കളെക്കാൾ കൂടുതലായി അവൾ ദേവമ്മയെ സ്നേഹിച്ചു. തൻ്റെ ഓരോരോ കുഞ്ഞു സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ അവൾ ഓടി വന്ന് പങ്കിട്ട് ദേവമ്മയോടാണ്. ഒരു മിഠായി കിട്ടിയാൽ അതുപോലും ഒന്നും നുണയാതെ കൊണ്ട് കൈവെള്ളയിൽ മുറുക്ക പിടിച്ചുകൊണ്ട് വന്നു കുളപ്പടവിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എനിക്ക് തരുമായിരുന്നുവെന്ന് അമ്മ ഇന്നലെ തന്നോട് പറഞ്ഞത് ധരൻ ഓർത്തുപോയി. അല്ലെങ്കിലും തനിക്കറിയാം തൻ്റെ കാർത്തു പാവമാണെന്ന്, ഒരുപാട് നന്മയുള്ളവൾ. അതുകൊണ്ടല്ലേ ആർക്കും കൊടുക്കാതെ നിന്നെ ഞാൻ കൂടെ കൂട്ടിയത്. എത്രയൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും ശരി, ധരൻ കെട്ടുമെങ്കിൽ അത് കാർത്തികയെ മാത്രമായിരിക്കുമെന്ന് നിന്നെ കണ്ട മാത്രയിൽ ആ അമ്പലനടയിൽ വെച്ച് തീരുമാനിച്ചതാണ്. ധരൻ കണ്ണിമ ചിമ്മാതെ അവളെ നോക്കിക്കിടന്നു. എന്നിട്ട് അവളുടെ ദേഹത്തേക്ക് പുതപ്പിൻ്റെ അഗ്രവെടുത്തിട്ടിട്ട് അവളെ നന്നായി പുതപ്പിച്ചു. അപ്പോഴേക്കും അവൾ ഒന്നുകൂടി ചുരുണ്ടുകൂടി അവനോട് ചേർന്നു. എൻ്റെ പെണ്ണെ, ഇങ്ങനെ വന്ന് കിടന്നാലേ എൻ്റെ കൺട്രോൾ ഉള്ളത് മുഴുവൻ പോകും. പിന്നെ ഞാൻ വന്ന് തോണ്ടുകയും പിടിക്കുകയും ചെയ്താൽ ശ്വാസം മുട്ടി നിൽക്കാനേ നിനക്ക് കഴിയൂ. അല്ല, ഇന്നലെ അങ്ങനെ ആയിരുന്നല്ലോ. അവളുടെ വയറുമേലൊന്ന് തൊട്ടപ്പോൾ കണ്ടതാണ് പെണ്ണിൻ്റെ മുറവിളി. ഉള്ളാലെ പറഞ്ഞുകൊണ്ട് അവനൊരു ചിരിയോടുകൂടി എഴുന്നേറ്റു. തുടരും.